വികസനവും വികസനത്തെ തടയുന്നവരും തമ്മിലുള്ള രാഷ്ട്രീയ പോരാട്ടമാണ് ചർച്ചയാവുകയെന്നും മറ്റൊന്നും തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കില്ലെന്നും CK ശശീന്ദ്രൻ ന്യൂസ് 18നോട് പറഞ്ഞു. എം സ്വരാജിന്റെ വിജയത്തിന് വേണ്ടി കൈമൈ മറന്ന് പ്രവർത്തിക്കുകയാണ് ഇടതുപക്ഷം. ഓരോ മേഖലയുടെയും ചുമതല പ്രധാനപ്പെട്ട നേതാക്കൾക്ക് നൽകിയിട്ടുണ്ട്. അതോടൊപ്പം CK ശശീന്ദ്രൻ ചേരുന്നുണ്ട്. അദ്ദേഹം പോത്തുകല്ല് വെള്ളിമറ്റം ഭാഗത്താണ്. ഈ ഒരു ക്ലസ്റ്ററിന്റെ ചുമതലയാണ് അങ്ങേക്ക് അല്ലേ? അതെ, പനങ്കയം. എന്താണ് ഈ തുടക്കത്തിലുള്ളൊരു വിലയിരുത്തൽ? LDF സ്ഥാനാർത്ഥി പ്രഖ്യാപനം തന്നെ വലിയ ആവേശത്തോടെയാണ് നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തുന്ന വികസന പ്രവർത്തനങ്ങൾക്ക് നാടാകെ രാഷ്ട്രീയത്തിന് അതീതമായിട്ടുള്ള ഒരു പൊതു സ്വീകാര്യത നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നിലമ്പൂർ മണ്ഡലത്തിലും അതിൻ്റെ ഭാഗമായിട്ട് വലിയ സ്വീകാര്യത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കിട്ടും. ഈ പോത്തുകല്ല് പഞ്ചായത്തുകാരനും കൂടിയാണ് സ്ഥാനാർത്ഥി, ഈ പ്രദേശത്തുകാരനാണ്. ആർക്കും പരിചയപ്പെടുത്തേണ്ട വിഷയങ്ങളും കാര്യങ്ങളൊന്നുമില്ല എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു അനുകൂല ഘടകമാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിക്കപ്പെട്ടൊരു ഉപതെരഞ്ഞെടുപ്പാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തീർച്ചയായിട്ടും ജനങ്ങൾ ആ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 8-9 വർഷമായിട്ട് ഇവിടെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പിന്തുണയും തുടർ വികസനത്തിനും വേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ സ്ഥാനാർത്ഥി എന്ന നിലക്ക് സ്വരാജ് വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ചെടുക്കാനുള്ള വലിയ പരിശ്രമത്തിലാണ് സാധാരണ വോട്ടർമാർ ഉൾപ്പെടെയുള്ള ജനങ്ങൾ. ദുഷ്കോണ മത്സരമാണ്. PV അൻവർ കൂടി വന്നതോടെ എങ്ങനെയാണ് അൻവറിൻ്റെ സ്ഥാനാർത്ഥിത്വം ഈ തെരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാക്കുക, സ്വാധീനമുണ്ടാക്കുക? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും UDFും തമ്മിലാണ്. സ്വാഭാവികമായിട്ടും UDFിൻ്റെ തെറ്റായ രാഷ്ട്രീയ കാര്യങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചോദ്യം ചെയ്യപ്പെടുക. ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിന് കിട്ടേണ്ടുന്ന ന്യായമായ സാമ്പത്തിക സഹായം മറ്റു കാര്യങ്ങൾ നിഷേധിക്കുമ്പോൾ UDF BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്നതാണ്. ഈ രാഷ്ട്രീയ വിഷയങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുക. അതുകൊണ്ട് UDFും LDFും തമ്മിൽ കേരള രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ വലിയ പ്രതിധ്വനി ഉണ്ടാകും. അത് രാഷ്ട്രീയത്തെ അതീതമായി ഇടതുപക്ഷത്തിന് അനുകൂലമാണ് കേരളമാകെ. അതാണ് ചർച്ച ചെയ്യപ്പെടുക. മറ്റു കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ വലിയ ചർച്ചയ്ക്ക് വരുന്ന കാര്യങ്ങളല്ല. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം ഒരു സ്വാധീനം ഉണ്ടാക്കില്ലേ ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ട്? ഇടതുപക്ഷ അദ്ദേഹം ജയിച്ചതും ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടിയാണല്ലോ. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും മനസ്സിലാവും. ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ സ്വരാജ് ഈ മണ്ഡലത്തിൽ നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നത്. ജനങ്ങളത് നെഞ്ചേറ്റ് ഏറ്റെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയും. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഇടതുപക്ഷത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. പ്രജിത് കോങ്ങാടൊപ്പം CB അനുമോദ്, ന്യൂസ് 18.